ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നൂറ. ആരാണ് നൂറ? ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം കാണിച്ചുകൊണ്ടും ബിഗ് ബോസ് സീസൺ 6 അത്യാവശ്യം മികച്ച രീതിയിൽ കളിച്ച ഒരാളാണ് നൂറ. അപ്പോൾ എങ്ങനെയാണ് നൂറ ഇത്രയും വലിയൊരു വീട് കെട്ടിയത്? ടാങ്കോ ആപ്പ് വഴി എല്ലാം കാണിച്ചു കൊടുത്ത് ആണോ? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ആണെന്ന്. അപ്പോൾ എങ്ങനെയാണ് നൂറ ഇത്രയും വലിയ വീട് കെട്ടിയത്? അതിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ തരാൻ പോകുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയുകയാണ്. ഞാനൊരു കാസർഗോഡുകാരനായതുകൊണ്ട് എൻ്റെ ലാംഗ്വേജ് മലയാളം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടൂല. കുറേ കമൻറ്റ് വന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. അപ്പോൾ നമുക്ക് നൂറയുടെ വീടിനെ കുറിച്ച് സംസാരിക്കാം. ചില ആൾക്കാർ പറയുന്നത് നൂറ ടാങ്കോ ആപ്പ് വഴി വീഡിയോ കോൾ ചെയ്ത് എല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ പച്ചക്ക് പറയുന്നില്ല, ഈ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും നൂറ എങ്ങനെയാണ് വീടുണ്ടാക്കിയതെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ നൂറയോട് 3 തവണ ചോദിച്ചു, എങ്ങനെയാണ് നീ ഇത്ര വലിയ വീട് കെട്ടിയത്? നൂറ ആദ്യം പറഞ്ഞത് ഞാൻ ലോൺ എടുത്താണ് ഈ വീട് കെട്ടിയതെന്നാണ്. രണ്ടാമത് നൂറ പറഞ്ഞത് ഞാൻ ടാങ്കോ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ വീട് കെട്ടിയതെന്നാണ്. മൂന്നാമത് നൂറ പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും കിട്ടുന്ന റവന്യൂ കൊണ്ടാണ് ഞാൻ വീട് കെട്ടിയത്. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം നൂറയോട് ചോദിക്കുമ്പോൾ നൂറയുടെ ഉത്തരം ഒന്നൊന്നാണ്. അതായത് അതിനുള്ള ഒരൊറ്റ ഉത്തരമില്ല. ഇപ്പം ഞാനൊരു വീട് കെട്ടുന്നു, ലോൺ എടുത്തിട്ട് കെട്ടുന്നുണ്ടെങ്കിൽ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയാം ഞാൻ ലോൺ എടുത്തിട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നൂറയോട് ചോദിക്കുമ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞ ഉത്തരമല്ല മറ്റൊരു പ്രാവശ്യം പറയുന്നത്. അപ്പോൾ ഏതായാലും അതിനുള്ള ക്ലാരിഫിക്കേഷനാണ് നൂറ തന്നെ പറയുന്നുണ്ട്. നൂറ പറയുന്ന കാര്യം ഇവിടെ സൈഡിൽ വെച്ചുകൊണ്ട് നമുക്ക് അതിന് എങ്ങനെയാണ് നൂറ ഇത്രയും അധികം പൈസ ഉണ്ടാക്കിയത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഞാനൊന്നും പച്ചക്ക് വിളിച്ച് പറയൂല, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം നൂറ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ ആദ്യം നൂറ പറയുന്ന കാര്യം നമുക്ക് കേൾക്കാം, അതിനുശേഷം നമുക്ക് പറയാം. ഓക്കെ, ഞാൻ വീട് വെച്ചത് ടാങ്ക് ആപ്പിലെ പൈസ കൊണ്ടല്ല. എനിക്ക് ടാങ്ക് ആപ്പിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പൈസ കിട്ടിയത് അത് മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്കാണ്. ആ ആൾ അതെടുത്തിട്ട് പോയി. ഓക്കെ, അപ്പൊ പിന്നെ എനിക്ക് ഈ ഫണ്ട് വെച്ചാൽ എൻ്റെ അമ്മയുടെ സിസ്റ്റേഴ്സ് എല്ലാവരും അവരുടെ ഗോൾഡ് തന്നിട്ടും പിന്നെ എന്താ പറയാ KSFE ഇങ്ങനത്തെ കാര്യത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വീടിന്റെ കാര്യം ഇതാക്കുന്നതും. ഞാൻ പിന്നെ അതിങ്ങനെ ലൈക്ക് മന്ത്ലി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഈ രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ എടുത്തതാന്ന് പറയുമ്പോൾ എനിക്ക് ഇതിന്റെ ഡോക്യുമെന്റ്സ് അങ്ങോട്ട് കാണിച്ചു വെച്ചാൽ തീർന്ന. ആദ്യം നൂറയോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്, ടാങ്കോ ആപ്പിൽ എങ്ങനെയാണ് പൈസ വരുന്നത്? അതായത് നമ്മൾ നോർമലായ വീഡിയോ ഇട്ടാൽ ചെറിയ പൈസയെ കിട്ടത്തുള്ളൂ. നൂറ തന്നെ ഇവിടെ സമ്മതിക്കുന്നുണ്ട് ടാങ്കോ ആപ്പിലാണ് ഞാൻ പൈസ ഉണ്ടാക്കിയതെന്നാണ്. പക്ഷെ ആ പൈസ ഒന്നും എനിക്ക് കിട്ടിയില്ല, ആരോ ഒന്ന് എടുത്തുകൊണ്ട് പോയി, അങ്ങനെയൊക്കെയാണ് നൂറ പറയുന്നത്. ഓക്കെ അപ്പോൾ ടാങ്കോ ആപ്പിൽ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക, എന്താണ് ടാങ്കോ ആപ്പ്, അതൊന്ന് പറഞ്ഞു തരുന്നുകൊണ്ട് ഞാൻ ബാക്കി കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഞാനും ഒരു പെണ്ണും വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. പെൺകുട്ടി എല്ലാം ഇങ്ങനെ തുറന്ന് കാണിക്കുന്നുണ്ട്. അതിനൊരു ഇത്ര പൈസ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഉദാഹരണം പറയാം, ഒരു 10,000 രൂപ ഞാൻ ആ പെണ്ണിന് കൊടുത്തിട്ട് പേഴ്സണലാണ്. അതായത് വേറെ ആർക്കും കാണൂല. ടാങ്കോ ആപ്പും ഞാനും ഈ പെണ്ണും അറിയുന്ന ഒരു സംഭവമാണ്. അതിന് സ്ക്രീൻ റെക്കോർഡ് പോലും എടുക്കാൻ പറ്റുന്നില്ല. അതിൽ ഞാൻ ഈ പെണ്ണിനൊരു 10,000 രൂപ അയച്ചുകൊണ്ട് അവരോട് ഞാൻ കൊഞ്ചുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഇതൊക്കെ പുറത്ത് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. 10,000 രൂപ കൊടുക്കണം. അങ്ങനെ ആ പെണ്ണ് ഒരു ദിവസം ഒരു 10 ആളോട് ഇങ്ങനെ ചെയ്താൽ ഒരു അരമണിക്കൂർ വെച്ച് ഇങ്ങനെ ചെയ്താൽ 1 ലക്ഷത്തെ വരുമാനം 1 ലക്ഷം രൂപയാണ്. ഇതാണ് ടാങ്കോ ആപ്പിൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ നൂറ പറയുന്നത് ഞാൻ ടാങ്കോ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മോശമായ രീതിയോ എന്തെന്ന് എനിക്കൊന്നും അറിയില്ല, അതിൽ പൈസ കിട്ടിയിട്ടുണ്ട്, പക്ഷെ വീട് അങ്ങനെയല്ല വെച്ചതെന്നാണ് നൂറ പറയുന്നത്. നൂറ തന്നെ മാറ്റി പറയുന്നുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ കിടക്കാം. നിലവിൽ നൂറ പറഞ്ഞത് ഞാൻ ലോണൊക്കെ ആയിട്ടാണ് വീട് വെച്ചതെന്നാണ് നിങ്ങൾ ഈ കേട്ട വീഡിയോ. അതായത് നൂറ പറയുന്ന വീഡിയോ ക്ലിപ്പിൽ ഞാൻ വെച്ചത്. ബിഗ് ബോസ് സീസൺ 6 അതിനെക്കുറിച്ച് നൂറയോട് ചോദിക്കുമ്പോൾ നൂറ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ട് നോക്കാം, എങ്ങനെയാണ് വീട് വെച്ചതെന്ന്. അതിനുശേഷം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ഓക്കെ, സ്ട്രീമിംഗ് ചെയ്തിട്ടും എനിക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ, ആ പർട്ടിക്കുലർ ടൈം തന്നെ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു. വീട് വിലക്ക് വാങ്ങിച്ചോ? വെരി ഗുഡ്.
ഫാദർ ഇന്ന് വരെ ആ വീട്ടിൽ കയറിയിട്ടില്ല. ഓക്കെ, ഇവിടെ പറയുകയാണ് എനിക്ക് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നും കിട്ടിയ റവന്യൂ കൊണ്ടാണ് ഞാൻ വീട് വെച്ചത് എന്നാണ് നൂറ പറയുന്നത്. അപ്പോൾ നൂറയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ബിഗ് ബോസിലേക്ക് നൂറ പോകുന്ന സമയത്ത് നൂറക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ചെറിയ അക്കൗണ്ടാണ്, അതായത് ഒരു 5K സബ് പോലും ഇല്ലാത്ത ചെറിയ ഒരു അക്കൗണ്ട് ആയിരുന്നു. അതിൽ വീഡിയോ ഒന്നും ഇടത്തില്ല, ആകെ 3 വീഡിയോ ആണ് നൂറ് അപ്ലോഡ് ചെയ്തത്. എങ്ങനെയാണ് 3 വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത്ര വലിയ കൊട്ടാരം പോലത്തെ വീട് വെക്കാനുള്ള പൈസ കിട്ടുന്നത് നൂറ? നീ പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ നൂറ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ നൂറക്കുണ്ടായിരുന്ന വ്യൂസ് ആകെ 10,000, 5,000, 3,000 ഇങ്ങനെ വരുന്ന വ്യൂസാണ്. ഈ വ്യൂസ് കൊണ്ട് എങ്ങനെയാണ് ഇത്ര വലിയ ആ വീട്, ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാൻ നോക്കുക, ഇത്ര വലിയ കൊട്ടാരം പോലത്തെ വീട് കെട്ടിയത് നൂറ? നീ പറയണം നൂറ. അപ്പോൾ അവിടെ പറയുന്നു ഞാൻ ലോൺ എടുത്തിട്ടാണ് വീട് വെച്ചതെന്ന്, ഇവിടെ പറയുന്നുണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ വീട് വെച്ചതെന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ അവസാനം എങ്ങനെയാണ് നൂറ പൈസ ഉണ്ടാക്കിയതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അടുത്തതായി നൂറ പറയുന്ന, അതായത് ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം നൂറ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ വീട് വെച്ചതെന്ന്. അതും കൂടി കേട്ട് നോക്കാം നമുക്ക്. ഓക്കെ, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ്. ഓക്കെ, പിന്നെ ടാങ്കോ ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും നിങ്ങളിപ്പം സെക്സോ അങ്ങനെ എന്തെങ്കിലും അടിച്ച് നോക്കുകയാണെങ്കിൽ മോശമായിട്ടുള്ള കാര്യം വരും. നിങ്ങൾ അതാണോ കാണല്? ഞാനോ? ആണോ? അല്ല. ഇപ്പൊ ഫിലിംസ് ആണെങ്കിൽ എ ഫിലിം ഉണ്ട്, നിങ്ങൾ എ ഫിലിം ആണോ കാണാൻ? നിങ്ങളെ വ്യക്തിഗത ചോയ്സസ് അല്ല പല കാര്യം. പ്ലാറ്റ്ഫോം ഏതാണെങ്കിലും ഒരാൾ ആ ഒരു വ്യക്തി എന്താണെന്ന് വെച്ചാൽ അതാണ് കാണിച്ചുകൊണ്ടിരിക്കുക. ഇനി ഞാൻ അങ്ങനെ മോശമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോസും വീഡിയോസും എവിടെ? ഓക്കെ, ഇതാണ് എന്റെ കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇവിടെ നൂറ പറയുന്നത് യൂട്യൂബിൽ നിങ്ങൾ സെക്സ് നടിച്ചാൽ സെക്സ് വരും, അത് തീർച്ചയാണ്, നമുക്കൊന്നും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഞാൻ ടാങ്കോ ആപ്പ് വഴി അങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയത്, അതായത് എല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കിയതെങ്കിൽ എൻ്റെ വീഡിയോ ഇവിടെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടണമല്ലോ, നിലവിൽ അത് കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നാണ് നൂറ പറയുന്നത്. അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ടാങ്കോ ആപ്പ് വഴി ഒരാൾ പൈസ ഉണ്ടാക്കുന്നെങ്കിൽ അത് പ്രൈവറ്റ് ആയിട്ടാണ് നൂറ, നിനക്കും അറിയാതെ. എനിക്കത് അറിവുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് പ്രൈവറ്റ്, നീയും ഒരാളും നീ ഒരു ആണിനോടാണ്, നീ അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്, കാര്യം പറയുമ്പോൾ പറയുന്നതാണ്. ഉദാഹരണത്തിന് നീ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമായി ഇതെടുക്കണം നൂറ. നീയും ഒരു ആണും ടാങ്കോ ആപ്പിൽ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രൈവറ്റായി ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ രണ്ടാളും മാത്രം അറിയുന്ന ഒരു സംഭവമാണ്. സ്ക്രീൻ റെക്കോർഡ് പോലും എടുക്കാൻ അതിൽ അലോഡ് ഇല്ല, സ്നാപ്ചാറ്റ് പോലെ. അപ്പോൾ അവിടെ നൂറ എന്തെങ്കിലും ഒരു എക്സാമ്പിളാണ്, വേറെ ഒന്നുമല്ല, അവിടെ നൂറ് എന്തെങ്കിലും കാണിച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ വരില്ല, അതിൻ്റെ ഒന്നും വരില്ല, കാരണം അത് പ്രൈവറ്റാണ്. ആ ഒരു സമയം, ഇപ്പോൾ ഞാനും ഒരു എക്സാമ്പിൾ മാത്രമാണ്, നൂറയും തമ്മിൽ അങ്ങനെ ഒരു വീഡിയോ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും നൂറയും മാത്രമാണ്. അരമണിക്കൂർ കഴിഞ്ഞ് ആ വീഡിയോ കോള് ഉണ്ടായി കഴിഞ്ഞാൽ തീർന്നത്. അത് പിന്നെ എങ്ങനെയാണ് കിട്ടാൻ? നല്ല കോൺഫിഡൻസോട് കൂടി പറയുന്നുണ്ടല്ലോ നൂറ. അപ്പോൾ നീ അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്, ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നൂറ ഇത്രയും വലിയൊരു വീട് വെച്ചു, അനക്ക് പറയാൻ മറന്നൊരു കാര്യമാണ്, അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാപ്പ ആ വീട്ടിലേക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? ഇപ്പോൾ ഞാനൊരു വലിയൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്നത് നമ്മളെ പോറ്റി വളർത്തിയ മാതാപിതാക്കളാണ്. കാരണം നമ്മൾ നന്നാവുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ആഘോഷിക്കുന്നത്. പക്ഷേ നൂറ ഇത്ര വലിയ വീട് വെച്ചപ്പോൾ ഉപ്പ വന്നില്ല, അതിൻ്റെ അർത്ഥം എന്താണ്? അതും നൂറ നമുക്ക് മുന്നിൽ പറയണം. എങ്ങനെയാണ് ഇത്ര വലിയ വീട് വെച്ചതെന്ന് അവളുടെ മുമ്പത്തെ ഭർത്താവായിട്ടുള്ള അയാൾ പറയുകയാണ്. എന്തുകൊണ്ട് ഞാൻ നൂറയെ ഒഴിവാക്കി, എന്തുകൊണ്ട് നൂറ എങ്ങനെയാണ് ഇത്രയും വലിയ വീട് വെച്ചത് എന്നൊക്കെ നൂറയുടെ മുമ്പത്തെ ഭർത്താവുണ്ടല്ലോ അയാൾ പറയുകയാണ്. അതും കൂടി അതും കൂടി കേൾക്കണം നമുക്ക്. ഓക്കെ, പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഗേളാണ്. അപ്പോൾ അതിൽ കൂടി എന്താ പറയുക, ആള്
കുറച്ച് ഏണിങ്സ്, അതായത് ഹ്യൂജ് എമൗണ്ട് ആൾ എടുത്ത് പറയുന്നത് ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹ്യൂജ് എമൗണ്ട് കൊണ്ട് ആൾ എന്താ സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കി. സോ ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം ലാക്സും കാര്യങ്ങളും വേണം, ചെറിയ വീടല്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടിയിട്ട് ആൾ വീടും കാര്യങ്ങളും ഉണ്ടാക്കി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം കൂടി ആൾ പറയുന്നുണ്ട്, ആ വീട്ടിലേക്ക് സ്വന്തം ഉപ്പ ഇതുവരെ കാല് വെച്ചിട്ടില്ല, സ്വന്തം ഉപ്പ ആ വീട്ടിലേക്ക് കയറിയില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ പാരൻസ് അങ്ങനെയാണോ? അല്ലെങ്കിൽ എൻ്റെ പാരൻസ്, എല്ലാവർക്കും പാരൻസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഏണിങ്സ്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ട് ഒരു എന്താ പറയുക മാസ ശമ്പളം ഒരു 10,000 രൂപ കിട്ടി, അവർക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കാർ വാങ്ങി അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങി വീട് വെച്ച്, ഇതൊക്കെ എന്താ പറയുക നമ്മൾ പാരൻസിന് ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിരിക്കും. എന്തുകൊണ്ട് ഈ ആളെ പാരന്റ് ആ വീട്ടിലേക്ക് കയറാത്തേ? ആൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടിയ പണം കൊണ്ടായതുകൊണ്ടാണ് എന്താ. നോക്കുക, നൂറയുടെ മുമ്പത്തെ ഭർത്താവ് പറയുന്നത്, അതായത് നൂറയുടെ ഉപ്പ എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് വരാത്തത്, അതായത് നല്ല രീതിയിൽ ഉണ്ടാക്കിയ പൈസയാണെങ്കിൽ നൂറയുടെ ഉപ്പ എന്തുകൊണ്ട് വരുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഓക്കെ, ഏതായാലും എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ പിരിയാനുള്ള കാരണം അതും കൂടി ചർച്ച ചെയ്യാം നമുക്ക്. അതിനുശേഷം കുറച്ചും കൂടി നമുക്ക് ഏതായാലും ഈ കാര്യം നൂറയുടെ ഒരു ടോപ്പിക്, ഒരു കോണ്ടന്റ് ആയതുകൊണ്ട് നമുക്കെല്ലാം ചർച്ച ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നൂറയും ഇയാളും തമ്മിൽ ഡിവോഴ്സ് ആയത്, അതിനുള്ള ഉത്തരം ഇയാൾ പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. ഓക്കെ, കേസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഞാൻ ഡയറക്റ്റ് എന്താ ചെയ്തത്, ഞാൻ പള്ളി കമ്മിറ്റി അറിയിച്ചു. പിന്നെ അവിടെ ഒരു ഇഷ്യൂ ആയി കാര്യങ്ങളൊക്കെ. ആൾക്ക് എന്താ പറയുക, ഇത് ഒഴിവാക്കിയിട്ട് എൻ്റെ കൂടെ വരണം എന്ന് താല്പര്യമില്ല. ആൾക്ക് എന്താ പറയുക, ആളെ റവന്യൂ കാര്യങ്ങൾ ഇതിൽ നിന്ന് എന്താ പറയുക റവന്യൂ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക ഉയർച്ചയിലേക്ക് പോവുക. ഓക്കെ, ആളെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ആളങ്ങനെ പോട്ടെ. ഞാൻ അവിടെ ഡിസൈഡ് ചെയ്ത് എൻ്റെ കൂടെ വരണമെങ്കിൽ ഈ ആപ്പ് ടോട്ടലി എടുത്ത് എറിയണോ, എന്നാൽ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റും. ഞാൻ ആ കണ്ടീഷൻ വെച്ച് അവിടെയാണ് എന്താ പറയുക ഞങ്ങൾ ഡിവോഴ്സിലേക്കുള്ള. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. ഞാനിപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നുണ്ട്, ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൊണ്ട് ഞാനൊരു വീട് വെക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും പള്ളിയിൽ പോയി കംപ്ലൈൻറ്റ് പറയോ, അവൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടുന്നുണ്ട്? ഒരു കാര്യം പറയുകയാണ്, നൂറ ആ സമയത്ത്, അതായത് ഇയാൾ കംപ്ലൈൻറ്റ് പറയുന്ന സമയത്ത് നൂറക്ക് യൂട്യൂബ് ഇല്ലായിരുന്നു, നൂറക്ക് ഇൻസ്റ്റഗ്രാം ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ നൂറ ടാങ്കോ ആപ്പിൽ പൈസ ഉണ്ടാക്കുന്നതെന്ന് ഉറപ്പാവുകയാണ് ഇയാൾ പറയുന്ന കാര്യത്തിൽ. കാരണം ഇയാൾ പറയുന്നത്, ഞാൻ പള്ളിയിലടക്കം പോയി പറഞ്ഞു, ഞങ്ങളുടെ ജമാഅത്തിലടക്കം പോയി പറഞ്ഞു, നൂറ ഇങ്ങനെയൊക്കെയാണ് സംഭവം നടക്കുന്നത്, അതിനൊക്കെ ഒഴിവാക്കിയാൽ എനിക്ക് ഓക്കെയാണ്, ഇല്ലെങ്കിൽ എനിക്ക് ഓക്കെ അല്ല. ഞാൻ പറയുകയാണ്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റീലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് ആരും ഒന്നും പറയൂല. അപ്പോൾ ഇയാൾക്ക് അവൾ മോശമായി ചെയ്തത് എന്തോ ഇയാളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ ആരെങ്കിലും പള്ളിയിലൊക്കെ പോയി പറയോ? പിന്നെ എനിക്ക് പറയാനുള്ളത്, നൂറ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഇങ്ങനെ മോശമായിട്ടല്ല നൂറ പരിപാടി അവതരിപ്പിക്കുന്നതെങ്കിൽ എവിടെ നിന്നാണ് ഇത്ര പൈസ? ഇത്ര വലിയ വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? സാധാരണക്കാരായ ഞാനിടുന്നത് പോലെ ഇങ്ങനെ ഇട്ട് പൈസ ഉണ്ടാക്കുന്നെങ്കിൽ മിനിമം അങ്ങനെ ഒരു വീട് വെക്കണമെങ്കിൽ ഒരു 10 വർഷമെങ്കിലും കുറഞ്ഞത് വീഡിയോ ഇടേണ്ടി വരും, ഡെയിലി വീഡിയോ ഇടേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നൂറയ്ക്ക് യൂട്യൂബ് ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, ഒന്നുമില്ല. ആകെയുള്ളത് ടാങ്കോ ആപ്പ് വഴി മാത്രമാണ്. അപ്പോൾ ടാങ്കോ ആപ്പിൽ ഇത്ര വലിയ വീട് വെക്കണമെങ്കിൽ എങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ. ഏതായാലും അങ്ങനെ വലിയൊരു വീടായി എന്തുകൊണ്ട് നൂറയുടെ ഉപ്പ ആ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് നൂറ തന്നെ പറയുന്നു. അതിനുശേഷം എന്തുകൊണ്ടാണ് പോകാത്ത റിയൽ കാരണമെന്ന് ഞാനും പറയും. ഓക്കെ, പപ്പയ്ക്ക് കയറാൻ പപ്പയ്ക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ പപ്പ കയറൂല പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് കുഴപ്പമില്ല, കുഴപ്പമൊക്കെ ഉണ്ട്. ഇവിടെ പറയുകയാണ്, പപ്പക്ക് ഇഷ്ടമില്ല സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന പൈസ. അങ്ങനെയാണെങ്കിൽ നൂറ, നീ ബിഗ് ബോസിലേക്ക് പോയ സമയത്ത് എങ്ങനെയാണ് നിന്റെ പപ്പ വന്നത്? അയാൾ വന്ന ചെറിയൊരു ഫോട്ടോ ഞാൻ ഇവിടെ വെച്ച് തരാം. സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ പൈസയാണ് ആ വീടിന്റെ കാരണമെങ്കിൽ അങ്ങേര് ആ വീട്ടിലേക്ക് എന്തായാലും പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കാരണം അങ്ങേറ് ദീനിയായ ഒരു മനുഷ്യനാണെങ്കിൽ, അതായത് യൂട്യൂബ് വഴിയാണ് നൂറ പൈസ ഉണ്ടാക്കിയതാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും ബിഗ് ബോസിലേക്ക് പോകില്ലായിരുന്നു. കാരണം ബിഗ് ബോസും അതുപോലത്തെ ഒരു സംഭവമല്ലേ. അപ്പോൾ നൂറ് പൈസ ഉണ്ടാക്കിയത് വേറെന്തോ ഒരു സംഭവമാണെന്ന് അയാൾക്കും അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നത്. വീണ്ടും ഞാൻ പറയുകയാണ്, നൂറ ടാങ്കോ ആപ്പിൽ എല്ലാം കാണിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കിയതെന്ന് ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെയാണ് നൂറ ഇത്രയും വലിയ വീട് ഉണ്ടാക്കാനുള്ള കാരണം, അതിനുള്ള സാധ്യത മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് നൂറയുടെ വീടായി, നൂറയുടെ ഉപ്പയെ കുറിച്ച് ചർച്ച ചെയ്തു. ഇനി നൂറയോട് ഒരു ചോദ്യം, അതായത് സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കുമുള്ള ഒരു ചോദ്യമാണ്. ടാങ്കോ ആപ്പ് യൂസ് ചെയ്യുന്നവർ എല്ലാവരും എല്ലാം ഊരിക്കാണിക്കുന്നവരാണോ? അതിൽ എല്ലാവരും എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്?
അതും കൂടി നൂറ പറഞ്ഞു തരികയാണ്. അതും കൂടി കേട്ട് നോക്കാം നമുക്ക്. ഓക്കെ, ഈ ടാങ്കോ ആപ്പ് യൂസ് ചെയ്യുന്നവരെല്ലാം അങ്ങനെയല്ല എന്നാണോ? ടാങ്കോ ആപ്പ് എന്നല്ല, സോഷ്യൽ മീഡിയയിലുള്ള ആപ്ലിക്കേഷൻസ് ഏതും ആയിക്കോട്ടെ നെഗറ്റീവ് കാണാം. ശരിക്കും എന്താണ് ഈ ടാങ്കോ ആപ്പ്? ടാങ്കോ ആപ്പ് ലൈവ് സ്ട്രീമിംഗ് ആപ്പാണ്. പക്ഷേ ലൈവ് സ്ട്രീമിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ടാങ്കോയിലല്ല, ഗാന ആപ്ലിക്കേഷനിൽ. ഇപ്പോൾ ഗാന ആപ്പായി എന്തൊക്കെയാണ് കുറേ വരും. ഈ ടാങ്കോ, ഗാന ഇതൊക്കെ വരുന്നത് ഞാനൊന്നും പറയുന്നില്ല, രാത്രി സമയങ്ങൾ യൂസ് ചെയ്യുന്നവർക്കാണ്. അതായത് 11ന്റെയും 12ന്റെയും സാധാരണക്കാരായി നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നവർക്ക് ഇവിടെ ഇൻസ്റ്റഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. ഗാന, പിന്നീട് ഈ ടാങ്കോ, അതൊക്കെ യൂസ് ചെയ്യുന്നവരെ നമ്മൾ എങ്ങനെയാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ നൂറ? അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നവരുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള മൂഡ് കാരണവും അല്ലെങ്കിൽ ചിക്കിളി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. എൻ്റെതായ അഭിപ്രായമാണ്, വേറൊന്നുമല്ല. വീണ്ടും പറയുന്നു, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നൂറ വീടുണ്ടാക്കിയത് ടാങ്കോ ആപ്പ് വഴി എല്ലാം കാണിച്ചു കൊടുത്തു കൊണ്ടാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതിനുള്ളൊരു സാധ്യത മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയധികം നൂറയെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഒരു കാര്യം കൂടി പറയുകയാണ്. എന്തുകൊണ്ടാണ് നൂറയും ജാസ്മിനും വലിയൊരു ശത്രുക്കൾ? നമുക്കതൊന്ന് അറിയണമല്ലോ. അതായത് ബിഗ് ബോസിൽ എല്ലാ ദിവസവും അടി, അതൊക്കെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ 10 മാസങ്ങൾ കഴിഞ്ഞ് പറയാനുള്ള കാരണം ഒരു ട്രെൻഡാണ്. അതായത് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഞാൻ കുറേ കമൻ്റൊക്കെ നോക്കി ഇവരുടെ മുമ്പത്തെ വീഡിയോസിൽ. അപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എന്താണ് റിയൽ ആയിട്ട് ജാസ്മിനും നൂറക്കുമുള്ള പ്രശ്നം, അതും കൂടി കേട്ടുകൊണ്ട് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ഓക്കെ, ജാസ്മിനും നോറയും തമ്മിൽ ഒറ്റ ബന്ധമേ ഉള്ളൂ. ജാസ്മിൻ നോറയുടെ കാമുകനെയാണ് ആദ്യമായിട്ട് അടിച്ചു മാറ്റിയത്. സിയാദ് ഉണ്ടായിരിക്കെ ഊന്നാക്കയുമായിട്ട് അഫയർ ഉണ്ടായി. ഈ ഊന്നാക്ക നോറയുടെ ഊന്നാക്കയായിരുന്നു. അവരുടെ കൽബിലെ കഷ്ണമായിരുന്നു. ആ കൽബിലെ കഷ്ണത്തിനെ അടിച്ചു മാറ്റിക്കൊണ്ട് സ്വന്തം ജീവിതത്തിലേക്ക് എടുത്തു കുത്തി വെച്ചവളാണ് ജാസ്മിൻ. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. ബഷീർ പശി ബന്ധം. ഒരാളെ 2 പേർ പ്രണയിച്ചു, അതാണ്. അവസാനം അയാളെ പാടി നോക്കിപ്പോയി. നോറ ഇനിയും ചാൻസ് ഉണ്ട്. ഊന്നാക്ക സമ്മതിക്കുമെങ്കിൽ നോറ വിൽ ബി ഓക്കെ, ബട്ട് ഐ ഡോണ്ട് നോ. പക്ഷെ അലിപത്തുണ്ടിനെ പോലെ മറ്റുള്ള ഇരിക്കത്തില്ല. അവർക്ക് വൃത്തി വേലും ഇത് നാറ്റം. ചിലർക്ക് കരിവാട് മണപ്പിച്ചാലേ ചോറിറങ്ങും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഇവർ പറയുന്നത് നൂറ ജാസ്മിൻ തമ്മിലുള്ള വിഷയം ഒരാണാണ്. അതായത് ചിരി വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. നൂറയുടെ കാമുകനെ ജാസ്മിൻ തട്ടിയെടുത്തു എന്നാണ് ഇവർ പറയുന്നത്. അത് തന്നെ ആയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ കണ്ടതല്ലേ അവിടെ ബിഗ് ബോസിനകത്ത് എന്തൊരു അടിയായിരുന്നു. അപ്പോൾ ഏതായാലും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നൂറ ടാങ്കോ ആപ്പ് വഴിയാണ് ഇത്രയും വലിയ പൈസ ഉണ്ടാക്കിയതെന്നാണ്. പക്ഷേ നൂറ ടാങ്കോ ആപ്പ് വഴി അല്ല ഇത്രയും വലിയ പൈസ ഉണ്ടാക്കിയതെങ്കിൽ, നൂറ ടാങ്കോ ആപ്പ് വഴിയല്ല ഇത്രയും അധികം പൈസ ഉണ്ടാക്കി ഇത്രയും വലിയ വീട് വെച്ചതെങ്കിൽ അതിൻ്റെ പ്രൂഫ് നൂറ കാണിക്കണം. ഞാൻ അങ്ങനെ പറയുകയാണ്. എന്തെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ വീട് വെക്കുന്ന സമയത്ത് നൂറക്ക് റിച്ച് ആയിട്ടുള്ള യൂട്യൂബ് ചാനലില്ല, ഇൻസ്റ്റഗ്രാം ചാനൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിരന്തരം വീഡിയോസുകളൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒരു പോസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നീ ഇത്രയും അധികം പൈസ ഉണ്ടാക്കിയതെന്ന് നീ പറയണം, അല്ലെങ്കിൽ സമ്മതിക്കണം. ഞാൻ ടാങ്കോ ആപ്പ് മതി എല്ലാം കാണിച്ചു കൊടുത്താണ് ഞാൻ ഇത്രയും വലിയ വീട് ഉണ്ടാക്കിയതെന്ന് നീ സമ്മതിക്കണം. അല്ലെങ്കിൽ നീ പറയണം എങ്ങനെയാണ് ഇത്രയും വലിയ വീട് നീ ഉണ്ടാക്കിയതെന്ന് നീ പറയണം എന്ന് പറ. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.